സുഹ്റായെ വിവാഹം ചെയ്യുക, അതിനു മുമ്പ് സഹോദരികൾക്ക് ഭർത്താക്കന്മാരെ ഉണ്ടാക്കുക, സ്ത്രീധനത്തിനും ആഭരണങ്ങൾക്കുമുള്ള വക സമ്പാദിക്കുക. ആയതിലേക്ക് എന്തെങ്കിലും ജോലി വേണം. പക്ഷേ നൈരാശ്യമാണ് മജീദിനെ അഭിമുഖീകരിച്ചത്. ജോലി എങ്ങുമില്ല. ഉണ്ടെങ്കിൽ തന്നെ ശുപാർശയ്ക്ക് ആൾ വേണം. കൈക്കൂലി കൊടുക്കണം. പരീക്ഷ പാസ്സായ സർട്ടിഫിക്കറ്റും വേണം. ഇവയൊന്നും കൂടാതെ ജോലി കിട്ടുക എളുപ്പമല്ല. എങ്കിലും തുടർന്നന്വേഷിച്ചു. പട്ടണങ്ങൾ പലതിലും കറങ്ങി. ഒടുവിൽ ജന്മദേശത്തു നിന്നും 1500 മൈൽ ദൂരെയുള്ള മഹാനഗരിയിൽ മജീദ് ചെന്നുപറ്റി. അതിനിടെ മാസങ്ങൾ 4 പോയി കഴിഞ്ഞിരുന്നു. അവിടെ ഒരു ജോലി കിട്ടി. വിഷമമുള്ളതല്ല, വരവധികമുള്ളതാണ്. വിശ്രാന്തിയില്ലാതെ വേല ചെയ്താൽ മതി. 100ക്ക് 40 കണ്ടു കമ്മീഷൻ കിട്ടും. കമ്പനി ഉടമസ്ഥൻ തന്നെയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. കമ്പനി വക സൈക്കിളുണ്ട്. അതിൽ സാമ്പിളുകൾ കൊണ്ട് നടന്നാൽ മതി. കമ്പനി വളപ്പിൽ തന്നെ താമസിക്കാൻ സ്ഥലവും കൊടുക്കും. അങ്ങനെ മജീദ് ജോലി തുടങ്ങി. ചെറിയൊരു തുകൽപ്പെട്ടിയിൽ സാമ്പിളുകൾ അടുക്കി വെച്ച് ഓർഡർ പുസ്തകങ്ങളുമായി ഇറങ്ങും. നഗരമൊക്കെ ചുറ്റി ഓർഡറുകൾ വാങ്ങി സന്തുഷ്ടചിത്തനായി സന്ധ്യയ്ക്ക് മടങ്ങും. ഇത്തരത്തിൽ മാസം 1 കഴിഞ്ഞു. സകല ചെലവും കഴിച്ച് ബാപ്പായ്ക്ക് വീട്ടിലേക്ക് 100 രൂപ അയച്ചു കൊടുത്തു. ബാപ്പായ്ക്ക് വെള്ളെഴുത്തിനുള്ള ഒരു കണ്ണടയും സുഹ്റായ്ക്കും മറ്റും ഉടുപ്പിനുള്ള വകയും. മാസം 1 കൂടി കഴിഞ്ഞു. അടുത്ത ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും നിശ്ചയമില്ലല്ലോ. അസുഖകരമായി ആരും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. മജീദ് ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. എങ്കിലും അപ്രതീക്ഷിതമായൊരു അത്യാഹിതം. അത് ഒരു തിങ്കളാഴ്ച ദിവസമാണ്. മജീദിന് പ്രത്യേകം ഓർമ്മയുണ്ട്. നല്ല ഉച്ച സമയം. പതിവ് പോലെ സ്യൂട്ട് കേസ് സൈക്കിളിൻ്റെ വിളക്കുകുറ്റിയിൽ തൂക്കിയിട്ടുകൊണ്ട് കടലോരത്തുള്ള താറിട്ട വിജനമായ വഴിയിലൂടെ സൈക്കിൾ ഓടിച്ചു വരികയായിരുന്നു. വലിയ ഇറക്കത്തിലേക്കാണ്, നല്ല വേഗത്തിലും. പെട്ടി കുടുങ്ങി അതിൻ്റെ കുഴ പറഞ്ഞു വീണ് ചക്രത്തിൻ്റെ ഇടയിൽ തങ്ങി. മജീദ് സൈക്കിളിൽ നിന്ന് തെറിച്ച് ദൂരെ കമ്പിഴകളിൽ തട്ടി താഴെ അഗാധമായ ഗട്ടറിൽ. ഒരു പർവ്വതം ദേഹത്തേക്ക് ഇടിഞ്ഞു വീണതുപോലെ. എന്തോ ഒടിഞ്ഞു തകർന്ന വേദനയോടെയുള്ള ഓർമ്മ. തന്നിൽ നിന്നും എന്തോ അറുത്തുമുറിച്ച് മാറ്റപ്പെട്ടിരിക്കുന്നു. ഒക്കെയും ഇരുളിൽ മറയുന്നു. എല്ലാം വിസ്മൃതിയുടെ അന്ധകാരത്തിൽ. കൊടുങ്കാറ്റുള്ള രാത്രിയിലെ ഇടിമിന്നൽ പോലെ. ചിലപ്പോൾ പ്രജ്ഞയുടെ വെളിച്ചം വീശും. കഠിനമായ വേദന, മരുന്നുകളുടെ രൂക്ഷമായ ഗന്ധം, ആളുകളുടെ വേദനയോടെയുള്ള ഞരക്കം. വായിലൂടെ തൊണ്ട വഴി ജീവനുള്ള നീണ്ടുരുണ്ട് എന്തോ ഒന്ന് ഇറങ്ങുന്നു. വയറ്റിൽ ചൂടുള്ള ദ്രാവകം നിറയുന്നു. ഒരു തോന്നൽ. അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ യുഗങ്ങൾ കഴിഞ്ഞു പോകുന്നു. എന്താണ് സംഭവിച്ചത്? ഓർമ്മകൾ വളരെ ദൂരത്താണ്. ഒന്നും വ്യക്തമല്ല. വെളുത്ത പുക പോലെ, വെള്ളിമേഘങ്ങൾ പോലെ ഓർമ്മകൾ മജീദിൽ നിന്നും ദൂരെയാവാൻ തുടങ്ങുന്നു. എല്ലാം വിസ്മൃതിയിൽ ലയിക്കുവാൻ പോവുകയാണോ? ഇല്ല, ജീവിക്കണം. ജീവിതം കഠിനവും രൂക്ഷവുമായ വേദന. എങ്കിലും ജീവിക്കണം. മജീദ് യത്നിച്ചു. തന്നിലേക്ക് അമരുന്ന വിസ്മൃതിയാവുന്ന പർവ്വതത്തെ സർവ്വശക്തിയും പ്രയോഗിച്ച് പൊക്കി മറിച്ചിടുന്നത് പോലെ വേദനയോടെ ബോധം തെളിഞ്ഞു വന്നു. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അയാൾ ദീർഘമായൊന്ന് നിശ്വസിച്ചു. സാവധാനം കണ്ണുകൾ തുറന്നു. നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. കഴുത്തുവരെ വെള്ളപ്പുതപ്പ് കൊണ്ട് മൂടിയിരിക്കുന്നു. ആശുപത്രി. എല്ലാം ഓർത്തു. കഠിനവും രൂക്ഷവുമായ വേദന. വലത്തെ ഇളയിൽ തീ നീറി പിടിച്ചിരിക്കുന്നു. ചുളുചുളാ ശിരസ് വരെ വേദന. മജീദ് കൈകൊണ്ട് തടവി. അരയിൽ വളരെ തുണി ചുറ്റിക്കെട്ടിയിരിക്കുന്നു. എന്ത് സംഭവിച്ചു? മജീദ് തപ്പി നോക്കി. അസ്ഥി പഞ്ചരങ്ങളിലൂടെ ഒരു തണുപ്പ് പാഞ്ഞു. ശൂന്യത. മജീദ് സംഭ്രമം കൊണ്ട് നന്നായി വിയർത്തു. ബോധക്ഷയം പോലെ. എന്നേക്കുമായി തന്നിൽ നിന്നും ഒരു കാലിൻ്റെ പകുതി വിട്ടുപോയിരിക്കുന്നു. കിടന്ന പടി അഗാധമായൊരു കുഴിയിലേക്ക് താണുപോയതുപോലെ. ലോകമെല്ലാം കറങ്ങുകയാണോ? വീണ്ടും മജീദ് തപ്പി നോക്കി. ശൂന്യത. കീഴ്പോട്ടൊന്നുമില്ല. ദുസ്സഹ വേദന. സുഹ്റായുടെ പ്രഥമ ചുംബനം ലഭിച്ച വലതുകാൽ. അതെവിടെ പോയി? കണ്ണുകൾ തുറന്നു തന്നെ ഇരുന്നു. കവിളുകളിലൂടെ ചുടു കണ്ണീർ. കിടക്കയ്ക്ക് സമീപം ഡോക്ടറും നഴ്സും കമ്പനി മാനേജരും വന്നു. മജീദിൻ്റെ നെറ്റിയിൽ തണുപ്പേറെ കൈപ്പടം വെച്ചിട്ട് കമ്പനി മാനേജർ സാവധാനം കുനിഞ്ഞു. മിസ്റ്റർ മജീദ്, ഞാൻ ഹൃദയപൂർവ്വം വ്യസനിക്കുന്നു. നിങ്ങൾ സങ്കടപ്പെടരുത്. സുഹ്റാ. എന്താ മജീദേ, നീ മൂളാത്തതെന്തേ? ഞാൻ മൂളുന്നുണ്ടല്ലോ. പിന്നെ ചെറുക്കൻ എന്തിനാ എന്നെ നീന്ന് വിളിക്കണ? മജീദ് പുളഞ്ഞുപോയി. സുഹ്റാ എന്ന് വിളിച്ചുകൊണ്ട് മജീദ് ഞെട്ടി ഉണർന്നു. പകൽ സ്വപ്നം കാണുകയാണോ? നഴ്സ് ചോദിച്ചു. മജീദ് മന്ദഹസിക്കാൻ ശ്രമിച്ചു. 64 പകലുകളും 64 രാത്രികളും കഴിഞ്ഞു. തന്നേക്കാൾ പൊക്കമുള്ള ഒരു വടിയുടെ സഹായത്തോടുകൂടി മജീദ് കമ്പനി മാനേജരുമൊത്ത് ആശുപത്രിയുടെ ഗേറ്റ് കടന്നു. ജനബാഹുലമായ തെരുവ് വീഥികളിലൂടെ ഇറങ്ങി. കുറേ രൂപ മജീദിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് കമ്പനി മാനേജർ പറഞ്ഞു, നിങ്ങൾ ഇനി വീട്ടിൽ പോകൂ. ഇങ്ങനെ കലാശിച്ചതിൽ എനിക്ക് വ്യസനമുണ്ട്. മജീദിന് കണ്ണുനീര് പൊട്ടി. എൻ്റെ സഹോദരികൾ വിവാഹത്തിന് പ്രായം കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുന്നു. മാതാപിതാക്കൾ വൃദ്ധരാണ്. സ്വത്തുണ്ടായിരുന്നത് മുഴുവൻ കടത്തിൽപ്പെട്ട് കിടക്കുന്നു. ആണായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ.
വീട്ടിലെ വിഷമങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാക്കാതെ അങ്ങ് ചെല്ലാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. പിന്നെ ഈ കോലത്തിൽ ഞാൻ അങ്ങു ചെന്ന് അവരെയൊക്കെ എന്തിനു വിഷമിപ്പിക്കുന്നു? ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് ഉദ്ദേശം? എനിക്ക് നിശ്ചയമില്ല. എൻ്റെ കമ്പനിയിൽ നിങ്ങൾക്ക് പറ്റിയൊരു ജോലിയും നിങ്ങൾക്ക് ക്ലർക്ക് ജോലി ചെയ്യാമോ? വയ്യ, കണക്കിന് ഞാൻ മോശമാണ്. ഉമ്മിണി വലിയ ഒന്ന്. അങ്ങനെ മജീദ് വീണ്ടും തനിച്ചായി. സാരമില്ല, എല്ലാം വരും. ഈ പ്രപഞ്ചത്തിൽ തനിച്ചാണ്. ഭയപ്പെടുന്നതെന്തിന്? മജീദ് കിട്ടിയതിൽ 1/4 പങ്ക് രൂപയും വീട്ടിലേക്ക് അയച്ചു. കൂടെ ഒരു കത്തും. വലത്തെ കാല് പോയ വിവരം അതിൽ കാണിച്ചില്ല. സുഖമില്ലാതെ കിടപ്പായിരുന്നു. അടുത്ത കത്ത് കിട്ടുന്നതുവരെ കത്തയക്കേണ്ട. നടപ്പ്. മജീദ് വീണ്ടും ജോലി അന്വേഷിച്ചു തുടങ്ങി. 2 കൈകൊണ്ടും വടിയൂന്നി ഒറ്റക്കാലിൽ ആഞ്ഞ് ചാടി 4 അടി വയ്ക്കുമ്പോൾ നിൽക്കും. പിന്നെയും നിൽക്കും. നിന്ന് ഓർക്കും. പിന്നെയും നടക്കും. ഇങ്ങനെ മാസം 2 കഴിഞ്ഞു. സ്ഥിരമായൊരു താവളമില്ല. എല്ലായിടത്തും കിടന്നു. ഒടുവിൽ നഗരത്തിലെ കുബേരന്മാരെ കണ്ട് സഹായം അഭ്യർത്ഥിക്കാമെന്നുറച്ചു. അന്വേഷണത്തിൽ ഏറ്റവും ഉദാരശീലനെന്ന് കേട്ടത് ഒരു ഖാൻ ബഹദൂറാണ്. നഗരത്തിലെ വലിയ കെട്ടിടങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റേതത്രേ. സ്വർണ്ണക്കട്ടികളും മറ്റും നിലവറയിൽ കിടന്ന് പൂപ്പൽ പിടിച്ചു എന്നാണ് ജനസംസാരം. ഗവൺമെൻറ്റിൽ വലിയ പിടിയുള്ള മനുഷ്യൻ. ആയിടെ തന്നെ അദ്ദേഹം 10,000 രൂപ ചെലവ് ചെയ്ത് ഗവർണർക്കൊരു വിരുന്ന് കൊടുക്കുകയുണ്ടായി. അദ്ദേഹത്തെ കൊണ്ട് എന്തും സാധിക്കും, എന്തും. പക്ഷേ പടിക്കാവൽക്കാർ മജീദിനെ അകത്തേക്ക് കടത്തിവിട്ടില്ല. ദിവസവും ആ മാളികയുടെ വാതിൽക്കൽ വന്ന് നിൽക്കും. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. ഒടുവിൽ കാവൽക്കാർക്കും അലിവ് തോന്നി. ഖാൻ ബഹദൂറിൻ്റെ സന്നിധാനത്തിലേക്ക് മജീദ് ആനയിക്കപ്പെട്ടു. മജീദ് സലാം ചൊല്ലി. ഒരു മുസൽമാൻ മറ്റൊരു മുസൽമാനെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയണമെന്നുണ്ട്. മജീദ് പറഞ്ഞു. പക്ഷേ ഖാൻ ബഹദൂർ എന്തുകൊണ്ടോ സലാം മടക്കിയില്ല. അദ്ദേഹം അത് കേട്ടതായി തന്നെ ഭാവിച്ചില്ല. ഖാൻ ബഹദൂർ ഏകദേശം 50 വയസ്സുള്ള വെളുത്തുരുണ്ട ഒരു മനുഷ്യനാണ്. കല്ല് വെച്ച കട്ടി സ്വർണ്ണ മോതിരങ്ങൾ തിളങ്ങി താടി തടവിക്കൊണ്ട് അദ്ദേഹം മജീദിൻ്റെ ദുഃഖവാർത്ത മുഴുവൻ മൂളിക്കേട്ടു. ഒടുവിൽ ഖാൻ ബഹദൂർ പറഞ്ഞു. നമ്മുടെ സമുദായത്തിൽ കെട്ടിക്കാൻ വകയില്ലാത്ത വളരെ സ്ത്രീകളുണ്ട്. ആഹാരത്തിന് വഴിയില്ലാത്ത വളരെ ആളുകളുണ്ട്. എന്നെക്കൊണ്ട് കഴിവതും ഞാൻ എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. പറയൂ, കൂടുതലായി ഞാൻ എന്ത് ചെയ്യണം? മജീദ് ഒന്നും പറഞ്ഞില്ല. ഖാൻ ബഹദൂർ സമുദായത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള മഹത്തായ കാര്യങ്ങൾ വിവരിച്ചു. അദ്ദേഹം 4 പള്ളി വെപ്പിച്ചിട്ടുണ്ട്. മറ്റേ കോടീശ്വരന്മാർ ഓരോ പള്ളി വീതമേ വെപ്പിച്ചിട്ടുള്ളൂ. പോരെങ്കിൽ അദ്ദേഹം ഒരു സ്കൂൾ വയ്ക്കുന്നതിന് സമുദായത്തിനൊരു സ്ഥലം ദാനം കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു കെട്ടിടം പണിത് വാടകയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ മാസം തോറും വളരെ രൂപ വാടക കിട്ടുമായിരുന്നില്ലേ? സമുദായത്തിന് വേണ്ടി കൊല്ലം തോറും എത്ര രൂപയുടെ നഷ്ടം സഹിക്കുന്നത്? ഇതിലധികം ഞാൻ എന്ത് ചെയ്യും? പറയേ. മജീദ് ഒന്നും മിണ്ടിയില്ല. ഖാൻ ബഹദൂർ മജീദിൻ്റെ കാല് പോയതിലും സഹതാപം പ്രദർശിപ്പിച്ചു. വിധി, അല്ലാതെന്തു പറയാനാ? വിധിയായിരിക്കാം, സാരമില്ല. അല്ലെങ്കിൽ എന്തിലാണ് സാരമുള്ളത്? മജീദ് ആ നീണ്ട വടിയും ഊന്നി സലാം ചൊല്ലി സാവധാനമിറങ്ങി. ഖാൻ ബഹദൂർ മജീദിൻ്റെ കാല് പോയതിലും സഹതാപം പ്രദർശിപ്പിച്ചു. വിധി, അല്ലാതെന്തു പറയാനാ? വിധിയായിരിക്കാം, സാരമില്ല. അല്ലെങ്കിൽ എന്തിലാണ് സാരമുള്ളത്? മജീദ് ആ നീണ്ട വടിയും ഊന്നി സലാം ചൊല്ലി സാവധാനമിറങ്ങി. പടി കടക്കാറായപ്പോൾ ഖാൻ ബഹദൂർ ഒരു വേലക്കാരൻ വശം 1 രൂപ കൊടുത്തയച്ചു. അതെനിക്ക് തന്നു എന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾ എടുത്തോളൂ. വേലക്കാരനോട് പറഞ്ഞിട്ട് മജീദ് നടന്നു. അത് ശരിയായോ? മജീദ് എന്തുകൊണ്ട് രൂപ വാങ്ങിയില്ല? ആ കോടീശ്വരൻ്റെ മുമ്പിൽ ദിനംതോറും അനേകം സാധുക്കൾ ചെല്ലുന്നുണ്ടെങ്കിലും അവർക്കെല്ലാം അദ്ദേഹം ദാനം ചെയ്യുന്നുണ്ടെന്ന് വിവരം മജീദിന് അറിയില്ലേ? മജീദ് ഒരു കോടീശ്വരനായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ആദ്യം വന്ന് യാചിക്കുന്ന ദരിദ്രന് സ്വത്തിൻ്റെ പകുതി കൊടുക്കുമായിരുന്നു. ഒരു ചെമ്പുതുട്ടിൽ കൂടുതൽ കൊടുക്കുമായിരുന്നു. ഖാൻ ബഹദൂർ 1 രൂപയാണ് കൊടുത്തത്. അത് വാങ്ങേണ്ടതായിരുന്നില്ലേ? മജീദ് ആലോചിച്ചു. പക്ഷെ അവിടെ 5 കോടീശ്വരന്മാരേ ഉള്ളൂ. അവരെ കഴിച്ചാൽ ബാക്കിയുള്ളത് 6.5 ലക്ഷം പലതരത്തിലുള്ള ബഹുജനങ്ങളാണ്. എല്ലാവരും ജീവിക്കുന്നു. ഇടയ്ക്ക് ചിലർ മരിക്കുന്നുമുണ്ട്. മജീദിന് നഷ്ടപ്പെട്ടത് ഒരു കാലിൻ്റെ പകുതി മാത്രമാണ്. 2 കാലുകൾ പോയവരുണ്ട്, 2 കൈകളും. കണ്ണുകൾ പോയവരും ജീവിക്കുന്നു. ദുഃഖവും സന്തോഷവുമുണ്ട് ജീവിതത്തിൽ. വലിയവനും ചെറിയവനും. ഓർക്കുമ്പോൾ ചിരിക്കാൻ കഴിയുന്നുണ്ടല്ലോ, കരയാനും. ഒന്നും സാരമാക്കേണ്ടതില്ല. മജീദ് ഉറച്ചു. ഭദ്രതയ്ക്കും സുഖത്തിനും വേണ്ടി പരിശ്രമിക്കുക, അതല്ലേ കടമ. മജീദിൻ്റെ വടി 4 ഇഞ്ച് തേഞ്ഞു. കൈവെള്ളകളിൽ 1/4 ഇഞ്ച് കനത്തിൽ തഴമ്പ് പൊങ്ങി. അനേക സ്ഥലങ്ങളിൽ ജോലി അന്വേഷിച്ചു. പട്ടിണി കിടന്നു. ശരീരം വളരെ മെലിഞ്ഞു. അപ്പോൾ ഒരു സന്തോഷം. മജീദിന് ജോലി കിട്ടി. ഒരു ഹോട്ടലിൽ എച്ചിൽ പാത്രങ്ങൾ കഴുകുക. വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റാൽ രാത്രി 11 വരെ പൈപ്പിനടുത്തിരുന്ന് വലിയ കൊട്ടയിൽ കൊണ്ടുവന്ന് വയ്ക്കുന്ന എച്ചിൽ പാത്രങ്ങൾ കഴുകണം. ഓരോന്നായി കഴുകി വേറൊരു കൊട്ടയിൽ അടുക്കും.
അത് വേറൊരുത്തൻ വന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പോഴേക്കും മറ്റൊരുവൻ എച്ചിൽ പാത്രങ്ങൾ കൊണ്ടുവരും. അങ്ങനെയാണ് ജോലി. എങ്കിലും വയറു നിറയെ വല്ലതും തിന്നാം. വെയിലും മഴയും കൊള്ളണ്ട, അലയുകയും വേണ്ട. ഒരിടത്ത് കുത്തിയിരുന്ന് സാവധാനം ജോലി ചെയ്താൽ മതി. കിട്ടിയിടത്തോളം അനുഗ്രഹം. ജീവിതം വലിയ അല്ലല് കൂടാതെ ചെറിയ സുഖത്തോടെ മുന്നോട്ട് നീങ്ങുന്നു. മാസം തോറും വീട്ടിലേക്ക് ചെറിയൊരു സംഖ്യ അയക്കുകയും ചെയ്യാം. വീട്ടിൽ നിന്നും ആദ്യം കിട്ടിയ എഴുത്ത് സുഹ്റായ്ക്ക് ലേശം അസുഖമുണ്ടെന്നുള്ള ഒരു വിവരത്തോട് കൂടിയതാണ്. അവൾ വളരെ ക്ഷീണിച്ചു പോയിരിക്കുന്നു. കുറേശ്ശെ ചുമയുമുണ്ട്. ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ. ഒന്ന് കാണാൻ കൊതിയാവുന്നു. സ്വന്തം സുഹ്റ. സുഹ്റായെ കാണാൻ മജീദിനും കൊതിയാണ്. കാണുമ്പോൾ ഉമ്മ, ബാപ്പ, സഹോദരികൾ, സുഹ്റായുടെ ഉമ്മ, സഹോദരികൾ, നാട്ടുകാർ എന്തു പറയും? ഒന്നരക്കാലൻ മജീദ്. സുഹ്റ അങ്ങനെ വിളിക്കുമോ? ഒരിക്കലും വിളിക്കില്ല. ബാക്കിയുള്ള അരക്കാലിൻ്റെ കഷ്ണത്തിൽ കണ്ണീരോടെ ചുംബിക്കും. പണ്ട് ഓർത്തപ്പോൾ മജീദിന് ചിരി വന്നു. ഉമ്മിണി വലിയ ഒന്ന്. ആ ചരിത്രങ്ങൾ പറഞ്ഞ് മജീദ് പലരെയും ചിരിപ്പിച്ചിട്ടുണ്ട്. സുഹ്റായും സംഭാഷണ വിഷയമാകും. ഹോട്ടലിലെ മറ്റു ജോലിക്കാരെല്ലാം മജീദിൻ്റെ സുഹൃത്തുക്കളാണ്. കുളിച്ച് വയറു നിറയെ ആഹാരം കഴിച്ച് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ മജീദ് അനുഭവങ്ങളും തമാശകളും പറയും. അധികവും തമാശകളാണ്. എല്ലാവരും ചിരിക്കും. എന്നും രാത്രി കിടക്കാൻ നേരത്ത് മജീദ് എന്തെങ്കിലും പറയണം. പറയാൻ ഒരുപാട് വിഷയങ്ങളില്ലേ? മിക്കവരും ഉറങ്ങുന്നത് തന്നെ ചിരിച്ചുകൊണ്ടാണ്. എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ മജീദ് സുഹ്റായോട് വർത്തമാനങ്ങൾ പറയും. 1500 മൈൽ അപ്പുറമുള്ള സുഹ്റായെ കാണും. ചുമ കേൾക്കും. ഓരോന്നെല്ലാം പറഞ്ഞ് സുഹ്റായെ ആശ്വസിപ്പിക്കും. രാവും പകലും. സുഹ്റ ഇപ്പോൾ എങ്ങനെയിരിക്കുന്നു? നെഞ്ചുവേദനയുണ്ടോ? എന്നിട്ട് കഴുകിയ പിഞ്ഞാണത്തിലേക്ക് നോക്കും. കൈവെള്ളയിലെ തഴമ്പുകൾ കുതിർന്ന് കുതിർന്ന് പൊടിഞ്ഞു പോയിരിക്കുന്നു. ശരീരത്തിന് നല്ല ബലം. ഉന്മേഷത്തോടെ എന്തു നോക്കി കാണാം. ന്യായമായ അധ്വാനത്തിൽ നിന്നും കിട്ടുന്നത് ലേശം അഭിമാനത്തിന് വകയുണ്ട്. ജീവിതത്തിന് ചില മാറ്റങ്ങളുണ്ടാവും. മരത്തിൻ്റെയോ റബ്ബറിൻ്റെയോ കാലുണ്ട്. പാൻസും ഷൂസുകളും ധരിച്ചാൽ ഹോട്ടലുടമസ്ഥൻ സൂചിപ്പിക്കുകയുണ്ടായി. മജീദിനോട് സഹതാപമുണ്ട്. ദുഃഖത്തിൻ്റെ സമുദ്രത്തിൽ ആശ്വാസത്തിൻ്റെ ദ്വീപ് കണ്ടെത്തിയേക്കാം. രാത്രി മറ്റുള്ളവർ ഉറങ്ങിക്കഴിയുമ്പോൾ മജീദ് സുഹ്റായോട് പറയും, ഉറങ്ങൻ സുഹൃത്തെ, ഉറങ്ങൂ. പക്ഷെ മജീദ് കാണുന്നത് നക്ഷത്രങ്ങൾ നിറഞ്ഞ വിശാല വാനമാണ്. സുഹ്റായെ എന്ന് കാണാൻ കഴിയും? മജീദ് വെളുപ്പിനെ എഴുന്നേൽക്കും. ദിനകൃത്യങ്ങൾ കഴിഞ്ഞ് ചായ കുടിച്ച് ജോലി തുടങ്ങും. നഗരം ഒരിക്കലും ഉറങ്ങാത്ത മട്ടാണ്. ഇരമ്പം. അനേകം ലക്ഷം സ്ത്രീ പുരുഷന്മാരുടെയും വാഹനങ്ങളുടെയും ഒരുമിച്ചുള്ള ശബ്ദകോലാഹലങ്ങൾ. അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടാണ് മജീദ് പാത്രങ്ങൾ കഴുകി അടുക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റൊരു എഴുത്തും വന്നു ചേർന്നു. കൈപ്പട സുഹ്റായുടേതല്ല, മറ്റാരെയോ കൊണ്ട് ഉമ്മ എഴുതിച്ചിരിക്കുകയാണ്. അത് വായിച്ചപ്പോൾ നഗരത്തിൻ്റെ ഇരമ്പൽ പെട്ടെന്ന് നിലച്ചതുപോലെ. നിശബ്ദത. പ്രിയപ്പെട്ട മകൻ മജീദ് വായിച്ചറിയാൻ സ്വന്തം ഉമ്മ എഴുതുന്നത്. മിനിഞ്ഞാന്ന് വെളുപ്പിന് നമ്മുടെ സുഹ്റ മരിച്ചു. അവളുടെ വീട്ടിൽ കിടന്ന്, എൻ്റെ മടിയിൽ തലവെച്ച്. പള്ളിപ്പറമ്പിൽ അവളുടെ ബാപ്പായുടെ ഖബറിനരികിലാണ് സുഹ്റായെ മറവ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്കൊക്കെയും ഉണ്ടായിരുന്ന തുണയും സഹായവും അങ്ങനെ പോയി. ഇനി അള്ളാഹുവിനെ കഴിഞ്ഞാൽ നീയാണുള്ളത്. മകനെ, കഴിഞ്ഞ മാസം 30-ാം തീയതി നമ്മുടെ വീടും പുരയിടവും കടക്കാർ നടത്തിച്ചെടുത്തു. ഉടനെ ഇറങ്ങി മാറിക്കൊടുക്കണമെന്നാണ് ഇവർ പറയുന്നത്. ഈ പെൺപിള്ളേരെ രണ്ടിനെയും സൂക്കേടായി കിടക്കുന്ന ബാപ്പായെയും കൊണ്ട് ഞാൻ എവിടെ പോകും? മകനെ, ഞാൻ ഉറങ്ങിയിട്ട് വളരെ നാളായി. നിന്റെ പെങ്ങന്മാരെ പ്രായക്കാരൊക്കെ 3-4 പറ്റൂ. എന്തെങ്കിലും പോക്കണാങ്കേട് വന്നു പോയാൽ. മകനെ, ഇവിടെയുള്ള മുസ്ലിങ്ങൾ കണ്ണിൽ ചോരയില്ലാത്തവരാണ്. ഞാനും ബാപ്പായും സാധ്യപ്പെട്ടു പറഞ്ഞിട്ടും ഉടനെ ഇറങ്ങി മാറാനാണ് പറയുന്നത്. നമ്മുടെ ജാതിയിൽപ്പെട്ട നല്ലവരായ പണക്കാരുണ്ടല്ലോ അവിടെ. അവരോട് പറഞ്ഞാൽ ഒരു നിവൃത്തിമാർഗം ഉണ്ടാക്കി തരാതിരിക്കില്ല. നാണിക്കാതെ നീ ചെന്ന് അവരോട് എല്ലാം തുറന്നു പറയണം. എൻ്റെ പൊന്നുമകനെ, സുഹ്റ ഉണ്ടായിരുന്നപ്പോൾ എനിക്കൊരാശ്വാസമായിരുന്നു. ഇവിടുത്തെ വിഷമങ്ങളൊന്നും അറിയിച്ച് നിന്നെ വ്യസനിപ്പിക്കരുതെന്ന് സുഹ്റ പറഞ്ഞു. അതാണ് ഇതുവരെ കത്തയക്കാതിരുന്നത്. 2 മാസമായിട്ട് സൂക്കേടായി സുഹ്റ കിടപ്പിലായിരുന്നു. ചികിത്സിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. മരിക്കുന്നതിന് മുമ്പ് നിന്റെ പേര് പറഞ്ഞു. നീ വന്നോ വന്നോ എന്ന് പലതവണ ചോദിച്ചു. എല്ലാം അള്ളാഹുവിൻ്റെ വിധി. മജീദ് കുറേ സമയം തരിച്ചിരുന്നു. എല്ലാം നിശബ്ദമായതുപോലെ. പ്രപഞ്ചം ശൂന്യം. ഇല്ല, പ്രപഞ്ചത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. നഗരം ഇരമ്പുന്നു. സൂര്യൻ പ്രകാശിക്കുന്നുണ്ട്. കാറ്റ് വീശുന്നു. ഉള്ളിൽ നിന്നും രോമകൂപങ്ങൾ വഴി പൊന്തിയ തണുത്ത ആവിയിൽ മജീദ് കുളിച്ചുപോയി എന്ന് മാത്രം. എല്ലാം അനാഥമായി. ജീവിതത്തിന് അർത്ഥമില്ലാതായിപ്പോയോ? പ്രപഞ്ചങ്ങളുടെ കരുണാമയനായ സ്രഷ്ടാവേ. മജീദ് വീണ്ടും പാത്രങ്ങൾ കഴുകി ശ്രദ്ധയോടെ അടുക്കി. മാതാപിതാക്കളും സഹോദരികളും എവിടെ പോകും? ആര് സഹായിക്കും? അള്ളാഹുവേ, കാരുണ്യത്തിൻ്റെ കൈ നീളുമോ? സുഹ്റ. ഓർമ്മകൾ, വാക്കുകൾ, പ്രവൃത്തികൾ.
മുഖഭാവങ്ങൾ, ചിത്രങ്ങൾ മനസ്സിലൂടെ എന്തെല്ലാമോ പാഞ്ഞു. മരിക്കുന്നതിനു മുമ്പ് മജീദ് വന്നോ എന്ന് ചോദിച്ചു. ഓർമ്മകൾ, ഒടുവിലത്തെ ഓർമ്മ. അന്ന് മജീദ് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. സുഹ്റ എന്തോ പറയുവാൻ ആരംഭിച്ചു. മുഴുമിപ്പിക്കുന്നതിന് മുമ്പ് ബസ്സിൻ്റെ ഹോൺ തുരുതുരാ ശബ്ദിച്ചു. ഉമ്മ കയറി വന്നു. മജീദ് മുറ്റത്തേക്കിറങ്ങി. പൂന്തോട്ടത്തിലൂടെ പടിയിറങ്ങി. ഒന്ന് തിരിഞ്ഞു നോക്കി. പടിഞ്ഞാറെ ചക്രവാളത്തിൽ തങ്കമേഘങ്ങൾ. ഇളം മഞ്ഞ വെയിലിൽ മുങ്ങിയ വൃക്ഷങ്ങളും വീടും മുറ്റവും പൂന്തോട്ടവും. സഹോദരികൾ രണ്ടും മുഖം വെളിയിലേക്ക് കാണിച്ചുകൊണ്ട് വാതിൽ മറവിൽ. ബാപ്പ ഭിത്തി ചാരി വരാന്തയിൽ. ഉമ്മ മുറ്റത്ത്. നിറഞ്ഞ നയനങ്ങളോടെ ചെമ്പരത്തിയിൽ പിടിച്ചുകൊണ്ട് പൂന്തോട്ടത്തിൽ സുഹ്റ. പറയാൻ തുടങ്ങിയത് അപ്പോഴും അവളുടെ മനസ്സിലുണ്ടായിരുന്നിരിക്കണം. എന്തായിരുന്നു അന്ന് ഒടുവിലായി സുഹ്റ പറയാൻ തുടങ്ങിയത്?